ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദു ആണ്. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ പ്രത്യേകത. നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു പഴയ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ പഴയ ഫോട്ടോയെ നല്ല രീതിയിൽ പുതിയ ഫോട്ടോ ആക്കി മാറ്റാൻ സാധിക്കും. അതുകൂടാതെ നിങ്ങളുടെ കയ്യിൽ ഒരു വീഡിയോ ഉണ്ട് എങ്കിൽ ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് മറ്റൊരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നിങ്ങളെ മാറ്റാൻ സാധിക്കും. അതുകൂടാതെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള കേടായ ഒരു പഴയ ഒരു വീഡിയോ ഉണ്ട് എങ്കിൽ ആ വീഡിയോയെ പുതിയൊരു വീഡിയോ ആക്കി മാറാൻ സാധിക്കും. അങ്ങനെ ഒട്ടനവധി പ്രത്യേകമുള്ള ഒരു അടിപൊളി AI വെബ്സൈറ്റ് ആണ് കുട്ടികൾക്ക് പങ്കുവെക്കുന്നത്. ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് ഒരു താഴെ കമന്റ് ബോക്സിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ലിങ്ക് സൈറ്റിൽ കയറുക, ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ കാണിച്ചു തരുന്നത് എല്ലാവരും അടിപൊളിയാണ്. നിങ്ങൾക്ക് ഒറ്റ ക്ലിക്ക് ചെയ്ത് എല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതേ സമയം വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലുള്ള ആപ്ലിക്കേഷനിലെ വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഫസ്റ്റിൽ കാണുന്ന ഫോട്ടോ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ, അതായത് ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്യാനുള്ളതാണ്. അത് താഴെ ഒരുപാട് മോഡലുകളുണ്ട്. അതിലുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫോട്ടോയുടെ മുകളിൽ ജസ്റ്റ് ടച്ച് ചെയ്യുക, ഒറ്റ ടച്ച് കൊടുക്കുക. ഇതുപോലെ പരസ്യം വരും, പരസ്യം നിങ്ങൾ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാകുക. ഇവിടെ അപ്ലോഡ് ഇമേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം നമ്മുടെ ഗാലറിയിൽ നമുക്ക് ആവശ്യമായുള്ളൊരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിവിടെ നിന്നുകൊണ്ട് ഒരു ഫോട്ടോ, ഓക്കെ, ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. അതിനുശേഷം ആഡ് കൊടുത്തു. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ ഇവിടെ റിസൾട്ടായിട്ട് വരുന്നുണ്ടാവും. ആ ഫോട്ടോ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം റിമൂവ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് എഡിറ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നുണ്ടെങ്കിൽ എഡിറ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. എഡിറ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിനൊരു കുറച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ ലഭിക്കും. ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് കാണിച്ചിട്ട് ഒന്ന് ലോഡ് ആകുന്ന നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരുപാട് ടൂൾസുകൾ കാണാൻ നിൽക്കും. ഓക്കെ, ഈ ടൂൾസിൽ നിന്നും ഈ ടൂൾ എടുക്കുക. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഭാഗം കാണാൻ നിൽക്കും, രണ്ടാമത്തെ ഓപ്ഷൻ. അതിന് മേലെ ടച്ച് ചെയ്യുക. ഇവിടെ ഒട്ടനവധി ബാക്ക്ഗ്രൗണ്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അതിൽ ഏതാണോ വേണ്ടത് അതിലേക്ക് ജസ്റ്റ് അതിന് മേലെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഇതിൽ ഏതാണോ നിങ്ങൾ ആ ഫോട്ടോത്തിന് ആപ്റ്റ് ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് സെറ്റാക്കാൻ സാധിക്കും. ഓക്കെ, ഇത് കുഴപ്പമില്ലാതെ തോന്നുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. നമ്മളൊന്ന് കൊണ്ട് ഓക്കെ, ഇത് സെലക്ട് ചെയ്തു. പക്ഷേ ഡണ്ണ് കൊടുത്തു. നമുക്ക് പേരോ കാര്യങ്ങൾ എഴുതണമെങ്കിൽ ഈ ടി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പേരോ കാര്യങ്ങളൊക്കെ എഴുതണമെങ്കിൽ എഴുതട്ടോ. പക്ഷേ ഡണ്ണ് കൊടുത്തു. ഡണ്ണ് കൊടുത്ത് താഴെ കാണുന്ന ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ കാണാൻ നിൽക്കും. അതിൻ്റെ മേലെ ടച്ച് ചെയ്യുക. കണ്ടോ, ഈ ഡൗൺലോഡ് എന്ന ബട്ടൺ അത് ഫ്രീ ആണ്. ഇവിടെ കാണാൻ നിൽക്കും നിങ്ങൾക്ക് ഡൗൺലോഡ് HD, അതിന് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ബട്ടൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് മുകളിൽ കണ്ടോ ഡൗൺലോഡിങ് നടക്കുന്നത് കാണാൻ നിൽക്കും. ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആയി കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഇതേ രീതിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇവിടെ കാണാൻ നിങ്ങളുടെ കയ്യിലൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ക്ലാരിറ്റി ഇല്ലാത്ത ഫോട്ടോയെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതായത് നല്ല ക്ലാരിറ്റി ആക്കാനുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത്. അവിടെയും നിങ്ങൾ ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗാലറിയിലുള്ള ക്ലിയർ ഇല്ലാത്തൊരു ഫോട്ടോ അതിലേക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കും. അത്ര മാത്രം ചെയ്താൽ മതി. ഇനി മൂന്നാമത്തെ നോക്കാം. ഇവിടെ നമുക്ക് ഒരു കുട്ടിയുടെയൊക്കെ തല അല്ലെങ്കിൽ നമ്മുടെയൊക്കെ തല മാത്രം സ്റ്റിക്കറാക്കി എടുക്കാനുള്ളതാണിത് ഇത്. ഓക്കെ, രണ്ടാമത്തത് നമുക്ക് ഒരു ബെഡ്റൂമിൻ്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ ഡ്രോയിങ് ആക്കി നമുക്ക് ആക്കി തരും. ഇനി താഴേക്ക് വരാം. ഇവിടെ നിങ്ങൾക്ക് റിമൂവ് അൺവാണ്ടഡ് ഒബ്ജക്റ്റ്, അതായത് നമ്മുടെ ഫോട്ടോയിൽ ആവശ്യമില്ലാത്തൊരു ആരെങ്കിലോ അല്ലെങ്കിൽ ഒരു വസ്തു ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യണം. ജസ്റ്റ് കാണിച്ചാൽ ജസ്റ്റ് അതിൻ്റെ മേലെ ജസ്റ്റ് ടച്ച് ചെയ്യാം, പരസ്യം ക്ലോസ് ചെയ്യാം. താഴത്തേക്ക് വരാം, അപ്ലോഡ് ഇമേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഗാലറിയിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്തൊരു ഫോട്ടോ, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ബോറായിട്ട് കിടക്കുന്ന ഏതെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ ജസ്റ്റ് ആവശ്യ സമയത്ത് ഗാലറിയിൽ ഫോട്ടോ കാണുക. നോക്കാം, ഇവിടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയൊരു ഫോട്ടോ ഇല്ലല്ലോ. ജസ്റ്റ് വെയിറ്റ് ചെയ്യട്ടോ. ഓക്കെ, ഈ കാണുന്ന ഫോട്ടോ സെലക്ട് ചെയ്തു. അതിന് ബാക്കിൽ കാറുണ്ട്. ആ കാർ നമുക്ക് മായ്ച്ചു നോക്കാം. ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഫോട്ടോയുടെ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മളെ കൈ വിരൽ കൊണ്ട് എന്ത് ചെയ്യുക, ആ കാറിൻ്റെ മുകളിലൂടെ ഒന്ന് മായ്ച്ചു കൊടുക്കുക. ഓക്കെ, പക്ഷേ കൈ വിട്ടുകൊടുക്കുക. കൈ വിട്ടുകൊടുത്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ കാർ അവിടെ നിന്ന് മാഞ്ഞു പോകുന്നതായിരിക്കും. ഉണ്ടോ, ആ കാറ് മാഞ്ഞു പോയി. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അതാണ് ഓപ്ഷൻ. ഈ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ നോക്കാം. ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അൺവാണ്ടഡ് ഇമേജ്. ഇനി നമുക്ക് ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ മേലെ ടച്ച് ചെയ്യുക. നമ്മുടെ കയ്യിലുള്ളൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യണം. കാരണം നമ്മൾ ഈ ഗ്രീൻ സ്ക്രീനൊക്കെ ഉപയോഗിച്ചാൽ പല ആളുകളും വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത്. അപ്പോൾ അതിനെക്കാട്ടി എളുപ്പത്തിൽ നമുക്കൊരു വീഡിയോ റിമൂവ് ചെയ്യണമെങ്കിൽ അതിലേക്ക് ആ ഒരു വീഡിയോ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം ഈ വീഡിയോ അതിലേക്ക് ഇട്ട് കൊടുത്തു.
ഓക്കെ, എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മൊത്തമായിട്ട് റിമൂവ് ചെയ്ത് തരുന്നതായിരിക്കും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പ്രോസസ്സിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, ഏകദേശം 50% ഇത് 100% ആവണം. 100% ആയി കഴിഞ്ഞാൽ ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്ക് ഇവിടെ അടി കാണാൻ ഒരുപാട് ഫോട്ടോസുകൾ, പിക്ചറുകൾ, വീഡിയോസുകളൊക്കെ അത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, അപ്പം വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഏകദേശം റിമൂവ് ആയി 67% ഇനി അതിനുള്ളിലേക്ക് നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളിലേക്ക് ഉണ്ടോ ഇതുപോലെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളിൽ നടക്കുന്ന രീതിയിലായിരിക്കും വരിക. ഇനി ഇവിടെ ഇത് 100% ആവണം. 100% ആയാലേ ഇത് നമുക്ക് ആ വീഡിയോ മുഴുവനായി ലഭിക്കുള്ളൂ. അപ്പോൾ 90 ആയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, 100% ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും വീഡിയോ ഇതിനുള്ളിലേക്ക് വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ വീഡിയോ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പ് ആ വീഡിയോയിനുള്ളിൽ നടക്കുന്ന രീതിയിലായിരിക്കും. ഇല്ലെങ്കിൽ രണ്ടാമത്തെ വീഡിയോ നോക്കാം. ഉണ്ടോ, ഇതിനുള്ളിൽ നടക്കുന്ന രീതിയിലായിരിക്കും. ഇനി അതെല്ലാം നമ്മൾ ഗാലറിയിൽ എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ ആ വീഡിയോയിനുള്ളിൽ നടക്കുന്ന രീതിയിൽ നമുക്ക് ആക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു. ഇനി ഡൗൺലോഡ് പ്രിവ്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ വീഡിയോ നമുക്ക് ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഡീറ്റെയിൽസ് നോക്കാം. ഉണ്ടോ, ആ വീഡിയോ ഡൗൺലോഡ് ആകുന്നുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ ബാക്ക്ഗ്രൗണ്ട് മൊത്തമായിട്ട് റിമൂവ് ചെയ്ത് തന്നു. ഓക്കെ, ഇനി അതിനുള്ളിലേക്ക് നമുക്ക് ഇത് ആഡ് ചെയ്യണം. അപ്പം ബാക്ക് അടിക്കാം. ഇനി ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് പ്രിവ്യൂ ഇവിടെ പ്രോസസ്സിങ് നടക്കട്ടെ. ഈ കാണുന്ന പ്രോസസ്സിങ് കൂടി കഴിയാം കേട്ടോ. എന്നാലും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അതിലേക്ക് ആഡ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മൊത്തം റിമൂവ് ചെയ്തിട്ടുള്ള വീഡിയോ ഇപ്പോൾ നേരത്തെ കണ്ടത്. ഇതും കൂടി ഫുൾ ആവണം. എന്നാൽ മാത്രമേ അതൊരു കറക്റ്റ് ആവുള്ളൂ. 15 സെക്കൻഡ് അവർ ആവശ്യപ്പെടുന്ന ഫുൾ വീഡിയോക്ക്. ഓക്കെ, അത് അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ജസ്റ്റ് ബാക്ക് അടിക്കാം. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അതുപോലെ തന്നെ വീഡിയോയും നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോ ആണെങ്കിൽ ഇതുപോലെ ക്ലാരിറ്റി ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഫോട്ടോ ആനിമേറ്റഡ്, നമ്മുടെ കയ്യിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയെ ചലിപ്പിക്കുന്ന രീതിയിലാക്കാൻ സാധിക്കും. ഇനി ഒരു പഴയ ഫോട്ടോയെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും കളറിലേക്ക് മാറ്റാൻ സാധിക്കും. ഓക്കെ, ഇതുപോലെ ഒരു കാർട്ടൂൺ രീതിയിലാക്കണമെങ്കിൽ നമ്മളൊക്കെ ഒരു ഫാമിലി ഫോട്ടോ ഉണ്ടെങ്കിൽ അതിനെ കാർട്ടൂൺ രൂപത്തിലാക്കാം. ജസ്റ്റ് അതിന് മേലെ ടച്ച് ചെയ്യാം, പരസ്യം ക്ലോസ് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള ഒരു ഫോട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഏകദേശം നല്ല ഇതായിട്ടുണ്ട്, മിനിറ്റ് കൂടിയിട്ടുണ്ട്. കാരണം ഫുള്ള് കാണിച്ചതിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ട് അങ്ങനെ ഫുള്ള് കാണിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഞങ്ങളെ ഫാമിലി ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്തു. അല്പം വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ആയിട്ടുണ്ടാവും. ഓക്കെ കേട്ടോ, ആ ഒരു കാർട്ടൂൺ രൂപത്തിലാക്കി മാറ്റി. ഇത് നമുക്ക് നേരത്തെ പറയുമ്പോൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി ബാക്ക് അടിക്കാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ കളറുകൾ, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് വേറെ ഒരു ഷർട്ടിൻ്റെ രീതിയിലാക്കണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പാസ്പോർട്ട് മേക്കർ, അത് നമ്മുടെ കയ്യിലൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമുക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ഫോട്ടോ ഇതിനുള്ളിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ തീർക്കാനും ഒരു നല്ല ഫോട്ടോ നമ്മളെ ഈ ഒരാളെ ഫോട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്, നമ്മളെ മൊട്ടൻ്റെ ഫോട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് നമുക്ക് പാസ്പോർട്ട് സൈസ് ആക്കുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് പാസ്പോർട്ടിൻ്റെ ഏത് സൈസാണ് വേണ്ടി ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ള സൈസ് എടുത്തതിന് ശേഷം ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഫോട്ടോ പാസ്പോർട്ട് സൈസാക്കി മാറി വരുന്നതായിരിക്കും. അല്പം വെയിറ്റ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയി മാറി. നമുക്ക് ഷർട്ടൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഷർട്ടൊക്കെ ചേഞ്ച് ചെയ്യാം കേട്ടോ. അതിന് മേലെ ജസ്റ്റ് ഈ ഓരോ ഷർട്ടിൻ്റെ മേലെ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഉള്ള ഷർട്ടുകളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലായി മാറി. അപ്പോൾ ഈ ഷർട്ട് കൊടുത്ത് നോക്കുക. കുറച്ച് ഒരു അപകടങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെ ഫോട്ടോ നന്നായി അനുസരിച്ചാലോ ഇത് തല വലുതായിട്ട് തോന്നുന്നത്. എന്തായാലും ഇതേ രീതിയിലൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു AI ആണ്. എന്തായാലും ഉപയോഗിച്ച് നോക്കാൻ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഫ്രണ്ട്സ്, ബൈ.